കുയിലിൻ്റെ ശബ്ദം കേട്ടോ? മുൻവശത്തെ പഞ്ചസാരപ്പഴം ഉണ്ടാകുന്ന മരത്തിൻ്റെ മുകളിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഒരു മാങ്ങയിഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താളൊക്കെ പോയി ഇപ്പം എന്തായി അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോയി, ഇപ്പോൾ വിത്ത് മാത്രമായിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പറിച്ചു നോക്കാം അല്ലേ? കുട്ടമ്പുഴ താമസിച്ചിരുന്നപ്പോൾ ഇതാ പറമ്പിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനോട് ഇത്ര ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിരുന്നില്ല. മാങ്ങയിഞ്ചി കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ. ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. രാവിലെ നനച്ചു കൊടുക്കുക, എന്നിട്ടും ഉച്ചയായപ്പോഴേക്കും മണ്ണൊക്കെ വല്ലാതെ വരണ്ടുപോയി. അതുകൊണ്ട് ഇതിൻ്റെ വിത്ത് ഇളക്കിയെടുക്കാൻ നല്ല പാടാണ്. ആ ചെറിയൊരു വിത്തിൽ നിന്ന് ഇത്രയധികം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതിന് ശരിക്കും പച്ചമാങ്ങയുടെ മണമാണ്. എന്തായാലും കൊണ്ടുവന്ന പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട്. ഇത് ചമ്മന്തി ഉണ്ടാക്കാനും അച്ചാറിടാനൊക്കെ ബെസ്റ്റാണെന്ന് പറയുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ?